മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാജ് താക്കറെയും അതോടൊപ്പം തന്നെ അണ്ണാമലയും തമ്മിലുള്ള തർക്ക രൂക്ഷമായിരിക്കുകയാണ്. പലരും അത് പല രീതിയിലാണ് വിലയിരുത്തുന്നത്. ഇത് ബി ജെ പിക്ക് തിരിച്ചടിയാകും, ചിലർ പറയുന്നത് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് അനുകൂലമായി മാറും. എന്താണ് നിലവിലെ സാഹചര്യം? ഇത് വളരെ ഇന്നസെൻ്റ് ആയിട്ട് നിഷ്കളങ്കമായിട്ട് അണ്ണാമലൈ നടത്തിയ ഒരു ടോക്കാണ്. ആ ടോക്കിൽ അദ്ദേഹം പ്രസ്സിനോട് പറഞ്ഞതാണ്, ഈ മഹാരാഷ്ട്രയിലെ ബോംബെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ സിറ്റിയാണ്. അല്ലാതെ ഇതൊരു മഹാരാഷ്ട്ര സിറ്റിയായിട്ട് നമ്മൾ കാണരുത്, അതിനെ ഇൻ്റർനാഷണൽ സിറ്റിയായിട്ട് കാണണം. കാരണം ഇന്ത്യയിലെ തന്നെ മറ്റേത് സിറ്റിയെ അപേക്ഷിച്ചും GDP-യിലും നമ്മുടെ എക്കണോമിക് ഗ്രോത്തിലും എല്ലാത്തിലും മികച്ചു നിൽക്കുന്നത് മുംബൈ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കണക്കുകൾ സഹിതമാണ് പറഞ്ഞത്. അത് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് മഹാരാഷ്ട്രയിലെ മുംബൈ എന്ന് പറയുന്നത് വെറും ഒരു സിറ്റി മാത്രമല്ല, അതൊരു വലിയ പ്രസ്ഥാനമാണ്, ഒരു വലിയ പിന്നെ രാജ്യത്തെ ഒരു വലിയ അസറ്റാണെന്നുള്ള രീതിയിൽ മഹാരാഷ്ട്രയിലെ മുഴുവൻ പേർക്കും മറാഠികൾക്കും പ്രൈഡ് ഉണ്ടാകുന്ന വിധത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇപ്പം BMC ഇലക്ഷനിൽ പ്രധാനമായിട്ടും രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും ഉദ്ദേശിക്കുന്നത് അവർ രണ്ടുപേരും ഒന്നിച്ചു കൂടിയിട്ട് അച്ഛൻ്റെ പഴയ ഇമേജ് കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ ശിവസേനയെ പഴയ രൂപത്തിൽ കൊണ്ടുവന്ന് ഒരു ശക്തമായ ശിവസേനയാക്കി മാറ്റണം. അതിന് ചെയ്യേണ്ടത് പ്രധാനമായിട്ടും ഈ മദ്രാസികളെ, അങ്ങനെയാണല്ലോ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്, മദ്രാസികളെ അടികൊടുക്കുക, അവിടുന്ന് ഓടിക്കുക. മറാഠികൾക്ക് മാത്രമാണ് മഹാരാഷ്ട്ര എന്നും മറാഠികൾക്ക് മാത്രമാണ് മുംബൈ എന്നും സ്ഥാപിച്ചുകൊണ്ടാണ് താക്കറെ അതിനകത്ത് ശക്തമായിട്ട് നിന്നത്. അപ്പം ആ രീതിയിലേക്ക് മക്കൾ വന്ന് മറാഠി പ്രൈഡ് ഉണ്ടാക്കിക്കൊണ്ട് ഇത്തവണത്തെ ഇലക്ഷനിൽ ജയിക്കണം, കൂടുതൽ സീറ്റ് പിടിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതേ ഈ അണ്ണാമലയുടെ ഈ പരാമർശം ബി ജെ പിക്ക് ആ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ? ഇനി മറാത്ത വികാരം ഉണർത്തി അവർക്ക് വോട്ടുകൾ പിടിക്കാൻ കഴിയുമോ? അത് ഒരു വിധത്തിൽ ഒരു പ്രശ്നമാണ്. പക്ഷേ അതിനേക്കാൾ ഭയങ്കരം ഈ രാജ് താക്കറെയുടെ ഡയലോഗാണ്. അദ്ദേഹത്തിന് ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു ബഗർ, ഭിക്ഷക്കാരൻ എന്നുള്ളതാണ്. റസ്മാലി, ഭിക്ഷക്കാരൻ, ബഗർ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് പറഞ്ഞിരിക്കുന്നത്. അത് അവിടുത്തെ അവിടെ ഇപ്പം മറാഠികൾ മാത്രമല്ലല്ലോ, മറ്റൊരു വിഭാഗങ്ങളും കൂടെ അവിടെ, മറ്റ് സൗത്ത് ഇന്ത്യൻസ് ഒക്കെ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെയൊക്കെ വോട്ടുകൾ കൂടി ഇതുവഴി നഷ്ടപ്പെടും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ എന്നാൽ അതിനേക്കാൾ കൂടുതൽ മറാഠികളുടെ വികാരം ഉണർത്തിക്കൊണ്ട് വീണ്ടും തങ്ങൾക്ക് ശിവസേനയ്ക്ക് UBTക്ക് ഉദ്ധവ് ശിവസേനയ്ക്ക് ഇത് പിടിക്കണം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ വാദം കൂടുതൽ നിന്നാൽ BJPക്ക് അതൊരു പക്ഷേ ദോഷം ചെയ്തേക്കാം. കാരണം BJP അവർ മറാഠ പാർട്ടിയായിട്ടല്ല, ഒരു നോർത്ത് ഇന്ത്യൻ പാർട്ടിയായിട്ടോ അല്ലെങ്കിൽ ഹിന്ദി ബെൽറ്റിലെ പാർട്ടിയായിട്ടോ മറാഠിയൻസിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്താൻ വരുന്ന ഒരു ഹിന്ദിക്കാരനായിട്ടോ ചിത്രീകരിക്കാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചിത്രീകരിച്ചാലേ അവിടെ ഒരു ക്ലാഷ് ഉണ്ടായി ആ ക്ലാഷിലൂടെ വിഭാഗീയമായിട്ട് വോട്ടുകൾ തങ്ങൾക്ക് വരികയുള്ളൂ. അങ്ങനെ BMC ഇലക്ഷനിൽ ജയിക്കാൻ കഴിയൂ എന്നുള്ളതാണ് UBTയുടെ ഉദ്ധവ് താക്കറെയുടെ വിഭാഗത്തിന്റെ ചിന്ത. പക്ഷെ പണവും അധികാരവും വലിയ വിജയവുമെല്ലാം BJP ആണല്ലോ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ നേടിയെടുക്കുന്നത്. അല്ല, അതുകൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും അത് കഴിഞ്ഞു വന്ന മറ്റ് ചെറിയ ഇലക്ഷനുകൾ നടന്നതിൽ എല്ലാത്തിലും BJP ആണ് മുന്നോട്ട് വന്നത്. അപ്പോൾ അവർക്ക് ഇതിലും കൂടെ പോയി കഴിഞ്ഞാൽ, അതായത് കോർപ്പറേഷനും കൂടെ കിട്ടിയില്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സോഴ്സ് പോകും. അതുപോലെ തന്നെ അവർക്ക് നിലനിൽപ്പിനുള്ള ഒരു അധികാരം, മിനിമം അധികാരമെങ്കിലും ആ BMC പിടിച്ചാലേ അവർക്ക് നിലനിർത്താൻ കഴിയുള്ളൂ. അപ്പോൾ ആ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തങ്ങളുടെ കയ്യിലായില്ലെങ്കിൽ ഇനി അധോഗതിയിലേക്കാണെന്ന് അവർക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് ഉദ്ധവ് താക്കറെയുടെ കീഴിലുള്ള ഈ ശിവസേന വളരെ ശക്തമായിട്ട് മറാഠി വികാരം ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. ആ മറാഠി വികാരം ഉണർത്തുമ്പോൾ ഒരുപക്ഷെ BJPക്കും അതിനോട് മറാഠി വികാരം മാത്രമല്ല, ഇത് തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം നല്ല പച്ച തമിഴിൽ പറയുകയാണ്, മുംബൈയിൽ പോയാൽ എൻ്റെ കാല് വെട്ടുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ മുംബൈയിൽ പോകാൻ പോവുകയാണ്, കാല് വെട്ടിട്ട്. മറ്റൊരു തമിഴ് വികാരത്തിലേക്ക് പോവുകയാണ്, അവിടെ ഇലക്ഷനും വരുന്നുണ്ട്. അത് കാരണം എന്ന് വെച്ചാൽ UBT ഉദ്ധവ് താക്കറെയുടെ ശിവസേന എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയിലെ ഒരു വലിയ ബ്ലോക്കാണ്. ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ DMK അല്ലെങ്കിൽ സ്റ്റാലിന് തമിഴന്മാർ പിന്നെ പിച്ചക്കാർ ലുങ്കി കൊടുത്തുകൊണ്ട് വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ പറയുന്നു എന്ന് പറയുമ്പോൾ തമിഴന്മാരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നു.
അപ്പോൾ അതിനൊന്നും പറയാത്ത അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ പ്രധാന ഘടകമായിരിക്കുന്ന DMK-ക്ക് ഒരടി കൊടുക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിനാണ് BJP അതിനെ അവിടെ വലിയ വിഷയമായി എടുക്കുന്നത്. പക്ഷേ എന്നാലും മറാഠ വികാരം അവിടെ എങ്ങനെ ഉയർന്നു വരുന്നത് അവർക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് അവർ ഒന്ന് സോപ്പിട്ട് നിർത്താനാണ് നോക്കുന്നത്. അദ്ദേഹത്തിന്റെ ചിലപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് ഹിന്ദി വാചകം പറഞ്ഞപ്പോൾ എന്തോ മിസ്റ്റേക്ക് വന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് തടി തപ്പാനാണ് ഉദ്ധവ് താക്കറെ കൊണ്ടൊക്കെ പിന്നെ അവിടെ പിന്നെ തന്റെ പാർട്ടിക്കാരെ കൊണ്ട് അങ്ങനെ പറഞ്ഞൊക്കെ നിർത്താനാണ് ഇപ്പോൾ അവിടെ നോക്കുന്നത്. അല്ല അതാണല്ലേ, നാളെ കഴിയുമ്പോൾ അത് BJP മറ്റൊരു തരത്തിൽ തമിഴ്നാട്ടിൽ അത് ഇലക്ഷനിൽ അതൊരു വലിയ വിഷയമാകും. തമിഴ്നാട്ടിൽ എന്തുകൊണ്ട് DMK ഇതിന് മിണ്ടാതിരുന്നു, ഇത്രയും വലിയൊരു അദ്ദേഹത്തിൻ്റെ കാല് വെട്ടുമെന്ന് പറഞ്ഞു, ലുങ്കി കൊടുത്ത പിച്ചക്കാരനെന്ന് പറഞ്ഞു, തമിഴ്നാട്ടിൽ നിന്നുള്ള ഭിക്ഷക്കാർ വന്ന് ഇവിടെ വന്ന് മറാഠ കാര്യം പറയണ്ട, മറാഠയുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം, മുംബൈയുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടാക്കിയപ്പോൾ എന്തുകൊണ്ട് DMK മിണ്ടാതിരുന്നു എന്നൊരു പ്രശ്നവുമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അണ്ണാമലൈ പറഞ്ഞത്, ഞാൻ ഇനിയും മറാഠയിൽ വരും, അവിടെ മുംബൈയിൽ വരും, ഞാൻ അവിടെ നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ എൻ്റെ കാലൊന്ന് വെട്ട്, അങ്ങനെ വരട്ടാനൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചടിച്ചത്. ഇത് രണ്ടും രണ്ട് വിധത്തിൽ ഗുണവും ദോഷവുമായി വരുന്നതാണ്. ഈ വികാരം കൂടുതൽ മറാഠയിൽ വന്നു കഴിഞ്ഞാൽ, അണ്ണാമലയ്ക്ക് കൂടുതൽ സപ്പോർട്ട് മറാഠയിൽ കൊടുത്തു കഴിഞ്ഞാൽ മറാഠികളുടെ വികാരം ഉണർത്താൻ അല്ല ഈ തുടക്കം മുതൽ തന്നെ സാധിക്കും. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു അവിയൽ മുന്നണിയാണെന്ന്, അതാണ് നാം കാണുന്നത്. ബീഹാറിൽ അവിടെ പ്രശ്നങ്ങൾ, പിന്നീട് തമിഴ്നാട്ടിൽ ഒരു പ്രശ്നം, മഹാരാഷ്ട്രയിൽ ഈ രാജ് താക്കറെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി വരുന്നത്, ഈ ശിവസേനയുടെ ഭാഗമായി വരുന്നത്, അത് പ്രശ്നം. മുഴുവനൊരു അങ്കലാപ്പിലാണോ? ഇന്ത്യ മുന്നണി ഒരു ശിഥിലീകരണ മുന്നണിയാണെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. കാരണം ദേശീയത അവർക്കില്ല. തമിഴ്നാട്ടിൽ ഒരു നയം അവർ സ്വീകരിക്കും, ബംഗാളിൽ വേറൊരു നയം അവർ സ്വീകരിക്കും, മറാഠയിൽ വേറൊരു നയം അവർ സ്വീകരിക്കും, ബീഹാറിൽ വേറൊരു നയം അവർ സ്വീകരിക്കും, കാശ്മീരിൽ വേറൊരു നയം, കേരളത്തിൽ വേറൊരു നയം. ഇങ്ങനെ വന്ന് ഇന്ത്യയെ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് 350 രാജ്യമായിട്ടാണ് പിച്ചി ചീന്തി ഇട്ടിരുന്നതെങ്കിൽ അതിനെ എത്ര കഷ്ടപ്പെട്ടാണോ ഇന്ത്യ റീയൂണിഫിക്കേഷനിലൂടെ പട്ടേൽ യോജിപ്പിച്ചെടുത്തത്, അതേപോലെ തിരിച്ച് ആക്കാൻ വിധത്തിലാണ് ഇന്ത്യ മുന്നണി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് BJPയുടെ പരാതി. അത് സത്യമാണെന്നുള്ളത് തെളിയിക്കുകയാണ്. കാരണം ഒരു മറാഠാവാദം ഉയർത്തിക്കൊണ്ട് അവിടെ ആവശ്യമില്ലാത്ത ഒരു പ്രാദേശിക വികാരമുണ്ടാക്കി ഭരണം പിടിക്കാനാണ് ഒരു BMCയുടെ ഭരണം, ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഭരണം പിടിക്കാൻ വരെ ഇന്ത്യ മുന്നണി തയ്യാറാകുന്നു എന്നുള്ളതാണത് മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മളെ അവർ പറയുകയും ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ശക്തിയാക്കി ഇന്ത്യയെ നിലനിർത്താനാണെന്ന് പറയുകയും ഇന്ത്യയെ ശിഥിലമാക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ കാണുന്നത്. ഇതാണ് അവിടെ ഇന്ത്യ മുന്നണിക്ക് പറ്റുന്ന ദൗർബല്യം. ഈ തമിഴ്നാട്ടിലേക്ക് നാം നോക്കുകയാണെങ്കിൽ അവിടെ മോദി വരുന്നു, അമിത്ഷാ വരുന്നു. ഇന്നലെ തന്നെ അവിടുത്തെ പുതിയ പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ, BJPയുടെ ഉള്ളവർ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. വലിയ ഒരു മാറ്റം കൊണ്ടുവരാൻ അവിടെ കഴിയുമോ? ഈ അങ്ങനെ ഈ നേതാക്കൾ അവിടെ കേന്ദ്രീകരിക്കുമ്പോഴും DMK വലിയ ശക്തി അവിടെ നിലനിൽക്കുമ്പോൾ അവരെ പരാജയപ്പെടുത്താൻ ഈ NDA മുന്നണി കഴിയുമോ? NDA മുന്നണിക്ക് കഴിയണമെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമാണ്. ഒന്നുകിൽ വിജയെ കൂടെ ഒന്നുകിൽ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ NDAയുമായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ഒരു സീറ്റ് ഷെയറിംഗ് ഉണ്ടാക്കുന്ന വിധത്തിൽ പോയാൽ അത് അനായാസമായിരിക്കും എന്നുള്ളതാണ് BJPയുടെ കണക്കുകൂട്ടൽ. അപ്പം അതിനാണ് വിജയുമായിട്ടുള്ളൊരു ബന്ധത്തിന് ശ്രമിക്കുന്നത്. അത് നടന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും വിജയ് അകറ്റി നിർത്തിക്കൊണ്ടായാലും ഫൈറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു ഷെയർ, അതായത് ആൻറ്റി ഇൻകംബൻസി ഒരു ഷെയർ വിജയ് കൊണ്ടുപോവുകയും ഒരു ഷെയർ NDA കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ ഫൈനലി ഇവർ രണ്ടുപേരും കൂടെ ഭരണത്തിൽ വരാൻ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പോൾ തിരുപ്പുറക്കുണ്ടത്തെ നമ്മുടെ ശബരിമല പോലെ തന്നെ അവിടെ ദീപം തെളിയിക്കൽ ഒരു വലിയ വിഷയമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദി കേരളം സന്ദർശിക്കുന്നതിന് മുമ്പായിട്ട് 23-ാം തീയതിയാണ് നരേന്ദ്രമോദി കേരളം സന്ദർശിക്കും. അതിന് മുൻപായിട്ട് അദ്ദേഹം ചെന്നൈയിലാണ് പോകുന്നത്. ചെന്നൈയിൽ നേരെ തിരുപ്പുറക്കുണ്ടത്തേക്കാണ് വരുന്നത്. അവിടെ മധുരയിൽ ഒരു വലിയ റാലി അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ഇതേപോലത്തെ വിഷയങ്ങൾ അവിടെ ഉന്നയിക്കപ്പെടും. ആ വിഷയങ്ങൾ ഉന്നയിക്കുന്നത് സ്റ്റാലിൻ്റെ കിരാതഭരണത്തിൽ അവിടെ ആർക്കും രക്ഷയില്ല, കോടതിക്ക് രക്ഷയില്ല, നീതിന്യായത്തിന് രക്ഷയില്ല. കോടതി പറഞ്ഞിട്ടും അവിടെ അവിടുത്തെ ഭക്തർക്ക് അവിടെ ദീപം തെളിക്കാൻ അവസരം കൊടുക്കുന്നില്ല. ആവശ്യമില്ലാത്തൊരു വർഗീയ വിഷയം ഉണ്ടാക്കാനാണ് DMK ശ്രമിക്കുന്നത്. കോടതി തന്നെ പറഞ്ഞു, നിങ്ങളായിട്ട് വർഗീയ വിഷം അവിടെ ചീറ്റരുത്, അല്ലെങ്കിൽ അവിടെ ഒരു വർഗീയ വിഷയമില്ല,
വർഷങ്ങളായിട്ട് അവർ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ഒന്നിച്ച് പോയി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങളായിട്ട് പ്രശ്നം ഉണ്ടാക്കരുത്. അപ്പോൾ അതൊക്കെ നരേന്ദ്രമോദിയുടെ ഇനി വരുന്ന യോഗങ്ങളിൽ, അതുപോലെ തന്നെ BJPയുടെ അമിത്ഷായും ഇപ്പോഴത്തെ നിതിൻ നബീനും ഒക്കെ വരുമ്പോൾ കൂടുതൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അവർ ഫോക്കസ് ചെയ്യും. ഇപ്പോൾ ADMKയും കൂടെ വന്നിട്ടുള്ളതുകൊണ്ട് ADMKയും BJPയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്തായാലും കഴിഞ്ഞ തവണത്തെ പോലല്ല, അവിടെ ഒരു മേജർ ഷെയർ വോട്ട് ബാങ്ക് ഉണ്ട്. ആ വോട്ട് ബാങ്കിനെ ശക്തമാക്കി നിർത്താൻ കഴിയും. അപ്പോൾ ചില പ്രദേശങ്ങളിൽ BJP പിന്നെ ശക്തമായിട്ട് നിൽക്കും, അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ വിജയ് നിൽക്കും. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് നിൽക്കുന്നാൽ കൂടുതൽ ബെറ്റർ ആവും. ഇല്ലെങ്കിൽ രണ്ടായിട്ട് നിന്നായാലും ഒരു വലിയ ഫൈറ്റിന് ഉള്ള അവസരം ഉണ്ടാകുമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.